ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഈ സർഫസ് ഉണ്ടല്ലോ, ഈ ഒരു പ്രതലം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നോക്കി, പക്ഷേ ഇത്രയും സ്പീഡിലല്ല കേട്ടോ, കുറച്ച് പതുക്കിയ. അതായത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ ഒരു പ്രതലം ഉൾപ്പെടെ നമ്മുടെ മരങ്ങളും മൗണ്ടൻസും ഒക്കെ നിൽക്കുന്ന ഈ ഒരു സർഫസിനെയാണ് നമ്മൾ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് പല പ്ലേറ്റുകളായിട്ട് നിർമ്മിതമായതാണ്. അതായത് പല പ്ലേറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുക, അതായത് കുറേ റോക്ക് ബാറുകളായിട്ട്. അതുപോലെ തന്നെ ഈ ലിതോസ്ഫിയറിന് താഴെയാണ് ആസ്റ്റനോസ്ഫിയർ വരുന്നത്. അതായത് മാഗ്മയൊക്കെ കാണുന്നത്, നമ്മൾ വോൾക്കാനിക് ആക്ടിവിറ്റിയൊക്കെ സംഭവിക്കുമ്പം വരുന്ന മാഗ്മയൊക്കെ കാണുന്ന ആസ്റ്റനോസ്ഫിയർ വരുന്നത്. ഇതിന് മുകളിലാണ് ഈ പ്ലേറ്റുകൾ ഒഴുകി നടക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിനകത്ത് കോണ്ടിനെൻ്റ് ഡ്രിഫ്റ്റ് ആവുന്നതിനെ കാര്യം ഈ ഒരു പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടാണ്. ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കൺവെക്ഷണൽ കറണ്ടുകൾ കാരണം. ഈ പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കോണ്ടിനെൻറ്റ്സ് മൂവ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഈ പല പ്ലേറ്റുകളും പല ഡെൻസിറ്റിയിലുള്ള പ്ലേറ്റുകളാണ്. പല പ്ലേറ്റുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ടാണ് പല മൗണ്ടൻസുകളും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾക്കാനിസം, എർത്ത് ക്വേക്സ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്ലേറ്റ് ബൗണ്ടറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ഇതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പറയുന്നത്.